സീത, നിന്റെ വിശേഷം എന്താ മോളെ? സുഖമായിട്ടിരിക്കുന്നു മോളെ. അമ്മ, എനിക്കെന്താ കുഴപ്പം? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്നേഹമുള്ളൊരു ഭർത്താവ്, വാത്സല്യമുള്ളൊരു മുത്തശ്ശൻ, ഇത്ര നല്ലൊരു ഫാമിലി കൂടെയുള്ളപ്പോ സന്തോഷത്തിന് എന്ത് കുറവുണ്ടാവാനാ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശേഷം എന്താ? സുഖമായിട്ടിരിക്കാം മോളെ. അല്ല, നിങ്ങൾ സാധാരണ വരുമ്പോ ഫോൺ ചെയ്തിട്ടല്ലേ വരാറ്? ഇന്നെന്താ വിളിക്കാഞ്ഞേ? ഞാനത് ആലോചിക്കുന്നേ. ഓ, സിഹിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണോ? സിഹി മേലെ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ വന്നത് കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷം. നിക്കേ, ഞാൻ അവളെ കൊണ്ടുവരാം. നിങ്ങൾ സംസാരിക്കേ. സിഹി, ശ്വേത മാഡം, 2 കോഫി എടുക്ക്. മധുരം വേണ്ട, നല്ല സ്ട്രോങ് ആയിരിക്കണേ. ശരി മാം. സിഹി, സിഹി. സീത നല്ല സന്തോഷത്തിലാണല്ലോ. സിഹി മോളിലുണ്ട്. അവളെ വിളിച്ചോണ്ട് വരാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നെ? നിങ്ങളൊന്ന് സമാധാനപ്പെടുക. എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് തീരെ അറിയില്ല. ദൈവം കാണിക്കുന്ന പാതയോട് പൊരുത്തപ്പെടുക ഞങ്ങളെല്ലാവരും. സീതയ്ക്ക് സിഹി ഇല്ലെന്ന് സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവള് സിഹി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുക. സീതയോട് ഇതുവരെ നടന്ന കാര്യം നിങ്ങളാരും പറഞ്ഞില്ലേ? എങ്ങനെ പറയാനാ? പറഞ്ഞാലും അത് താങ്ങാനുള്ള ശക്തി അവക്കില്ല. സീതയെ എങ്ങനെ കാണുമ്പോ ഞങ്ങൾക്കുണ്ട് വിഷമം. എല്ലാം നമ്മുടെ വിധിയാണ്. എന്റെ മകനെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് വല്ലാതെ വിഷമമുണ്ട്. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുക. മകളെ നഷ്ടപ്പെട്ടിട്ടും സീതയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എങ്ങനെ അവൻ മാനേജ് ചെയ്യുന്നത് പോലും ഞങ്ങൾക്കറിയില്ല. ഇതെല്ലാം കണ്ടിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല ഞങ്ങളുള്ളത്. എന്തിനാ ബെല്ലീനെ എടുത്തോണ്ട് പോയത്? സിഹി, സിഹി. ഓ, ഡോർ ഓപ്പൺ ചെയ്തല്ലേ? സീതമ്മ അങ്ങനെ ഡോറ് ലോക്ക് ചെയ്ത് പോവാറില്ലല്ലോ. ഇന്ന് ലോക്ക് ചെയ്ത് പോയതുകൊണ്ടാണോ? സിഹി, സിഹി, സിഹി. ഞാൻ ഡോർ ഓപ്പൺ ചെയ്തിട്ടില്ല. ബഡ്ഡി ബംഗാരമ്മ ആന്റി വന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നിന്റെ ബെല്ലീനെ എടുത്തോണ്ട് പോയി. ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞപ്പോ അവരെടുത്തോണ്ട് പോയി. ഞാൻ ഡോർ ഓപ്പൺ ചെയ്തിട്ടില്ല. ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞതിന് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണോ? കണ്ടുപിടിച്ചല്ലോ നിന്നെ. ഞാൻ ഇവിടെ ഉണ്ട് സീതമ്മ. സിഹി എവിടെ? സിഹി, സിഹി. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഡോർ ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാൻ ഡോർ ഓപ്പൺ ചെയ്തിട്ടില്ല. സിഹി, സിഹി, നീ എവിടെയാ? സീതമ്മ, സിഹി, സിഹി, ഇവിടെ ഉണ്ടോ ഇനി? സിഹി, ഇവിടെയാണോ? സിഹി, എവിടെയും കാണുന്നില്ലല്ലോ. എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. റാം, റാം. സിഹി എവിടെയും കാണുന്നില്ല.
രാമ, സീതയല്ലേ മോനെ വിളിക്കുന്നേ? അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? റാം, റാം, സീത, ആ പെങ്കൊച്ച് ATM-ന്ന് കുറെ പൈസ എടുത്തിട്ടുണ്ട്. അതെങ്ങാനും നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റിയ നല്ലൊരു എമൗണ്ട് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. ആരുമില്ല, പറ്റിയ ടൈമാ, ഒന്നും നോക്കണ്ട. സുബി, ലെറ്റ്സ് അറ്റാക്ക്. അയ്യോ മോളെ, നിനക്ക് വേദനിച്ചോ? സോറി മോളെ, ഞാനൊരു ടെൻഷനിൽ അങ്ങ് വന്നു പോയതാ. നീ ഓടി വന്നത് ഞാൻ കണ്ടതേയില്ല. നിനക്ക് വേദനിച്ചോ മോളെ? സോറി മോളെ, ഞാൻ ശ്രദ്ധിച്ചില്ല. മോളെന്തോ ഒന്നും മിണ്ടാത്തെ, എന്തു പറ്റി? ഓ, അവര് നിന്നെ തിരിഞ്ഞു വന്നാണോ? നിന്റെ അച്ഛനും അമ്മയും എവിടെ? മോള് കുഞ്ഞല്ലേ, അച്ഛന്റെ അമ്മയുടെ കൂടെ നിക്കണ്ടേ? ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും വരാൻ പാടില്ല, കേട്ടല്ലോ? ദാ വെള്ളം കുടിക്കേ. എന്തിനാ മോളെ കരയുന്നേ? കരയണ്ട. അറിയാതെ ചെയ്തതാ ചേച്ചി, എന്നോട് ക്ഷമിക്കണേ. അയ്യോ മോളെ, എന്തിനാ നിങ്ങൾ അവളെ ഇങ്ങനെ ഓടിക്കുന്നേ? എല്ലാരും വീട്ടിൽ പോവാൻ നോക്കിക്കേ, ചെല്ല്. റാം, സീത, റാം, സിഹ എവിടെ കാണുന്നില്ല. എന്റെ സിഹ എവിടെ? റിലാക്സ് സീത, സിഹി എവിടെ പോവാൻ? ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എനിക്ക് അവളെ കാണാൻ പറ്റാതെ എന്താ റാം? എനിക്കെന്റെ സിഹയെ വേണം. എനിക്ക് എന്റെ സിഹയെ കെട്ടിയേ തീരൂ റാം. എന്റെ സിഹ എവിടെയും കാണുന്നില്ല റാം. സീത, കാം ഡൗൺ പ്ലീസ്. സാധനമേമ്മ, ഒന്നൊരു ഗ്ലാസ് വെള്ളം കൊണ്ടോ വേഗം. എന്റെ സിഹ എവിടെ പോയി? അവളെ കാണുന്നില്ല. സീത, കാം ഡൗൺ. സിഹി ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല റാം, എനിക്ക് എന്റെ സിഹ വേണം. ഇതാ റാം, എന്റെ സിഹ. എന്താ കുറച്ച് വെള്ളം കുടിക്ക. എനിക്ക് വെള്ളം ഒന്നും വേണ്ട, എനിക്ക് എന്റെ സിഹ വേണം. എന്റെ സിഹ എവിടെ? അവൾ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. എവിടെയാ റാം? റൂമിൽ ഹോംവർക്ക് ചെയ്യായിരുന്നു. അവളോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ് റൂമിൽ ഇരുത്തിയതാ ഞാൻ. അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ലോക്ക് ചെയ്തിട്ടാ ഞാൻ വന്നേ. ലോക്കോ? ആ റാം, ഞാൻ ലോക്ക് ചെയ്തതാ. പക്ഷെ ഇപ്പൊ പോയി നോക്കുമ്പോ ഡോറ് തുറന്നു കിടക്കുന്നു. അവൾ ഇവിടെ കാണുന്നില്ല റാം. ഞാൻ എല്ലായിടത്തും നോക്കും. എന്റെ മകൾ എവിടെ? റാം,
എന്റെ മോൾ എവിടെ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ? സീത പ്ലീസ്. സിഹേ, സിഹേ, അനി മോനെ, നീ കണ്ടിരുന്നോ സിഹേ? എന്റെ സിഹേ എവിടെ? നിന്റെ കൂടെ കളിക്കാൻ വന്നിരുന്നോ? എന്റെ സിഹേ എവിടെ? സീതമ്മ, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് സീതമ്മ. നീ അവനെ വെറുതെ വിട്ടേക്ക്. എനിക്ക് അറിയില്ല ചേച്ചി. നിനക്കറിയാം, നീ പറ, എന്റെ സിഹേ എവിടെ? അവന്റെ കൈ വേദന എടുക്കും സീതമ്മ, അവനെ വിട്ടേക്ക്. പറ അനി പ്ലീസ്. സീതമ്മ, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒന്ന് നോക്ക് പ്ലീസ്. ഒരു നിമിഷം എന്റെ സിഹയെ കാണാതിരുന്ന എന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ മോനെ. പ്ലീസ് എന്നെ കടുപ്പിക്കല്ലേ എന്ന് പറ അവളോട്. പ്ലീസ് വരാൻ പറയൂ. എവിടെയാ മോനെ അവള്? അനി നിന്നോടാ ചോദിക്കുന്നത്. അവളെ വിളിക്കേ. എന്റെ സിഹ എവിടെ? അനി, എന്റെ സിഹ എവിടെ? റാം, എന്റെ സിഹ എവിടെയാണെന്ന്? എനിക്ക് അറിയില്ല ചേച്ചി. നിനക്കറിയാം, നീ പറയത്. എന്റെ സിഹ എവിടെയാണെന്ന് പറയ്. സീത, നീ അവനെ ഒന്ന് വിട്. അവൻ ചെറിയ കുഞ്ഞല്ലേ, അവൻ എന്തറിയാനാ? ഇല്ല റാം, അവനത് അറിയാം. മോനെ പറയ, എന്റെ സിഹ എവിടെയാണെന്ന് പറയ് പ്ലീസ് മോനെ. സീത, വിടവനെ. എന്തീ കാണിക്കുന്നെ? അവൻ അറിയില്ലെന്ന് അവൻ പറഞ്ഞില്ലേ? പിന്നെ എന്താ നീ ഇങ്ങനെ? മേമാം പ്ലീസ്. സാധന, ഇവനെ കൊണ്ടുപോ. വാണി, സിഹി, എനിക്ക് എന്റെ സിഹ വേണം. എന്റെ സിഹ എവിടെ കാണുന്നില്ല റാം. എന്റെ സിഹ. സീതമ്മ, ഞാൻ ഇവിടെ നിന്നിട്ടും എന്നെ നോക്കുന്നു പോലും ഇല്ല. എന്നെ വേണം വേണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. നിനക്ക് ആ പാവനെ കാണാനാണോ തോന്നുന്നേ? അതെന്താ സീതമ്മ? ശാന്തേ, നമ്മുടെ സീതയ്ക്ക് എന്താ പറ്റിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ. സീത എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ ഭാർഗവം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? സീത ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഛേ, എനിക്കെന്റെ സിഹ വേണം. കരയല്ലേ മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. എന്റെ സിഹ. അയ്യോ മുത്തശ്ശ, മുത്തശ്ശ, നിങ്ങൾ എപ്പോഴാ വന്നേ? രാമ, സീതയ്ക്ക് സിഹിയെ വേണം. പോയി സിഹിയെ വിളിച്ചുകൊണ്ടു അവനെ. ശരി മുത്തച്ഛ. സീത, നീ ഒന്ന് റിലാക്സ് ചെയ്യ്. ഞാൻ സിഹിയെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അമ്മേ, അവിടെ ഇരിക്കാൻ പറ. വാ മോളെ, വാ. വാ മോളെ, വാ. ബഡി ബംഗാരം ആൻറ്റി, this is too much. സീതമ്മയ്ക്ക് ആ ബെല്ലിനെ കൊടുക്ക്. കൊടുക്ക് ബഡി ബംഗാരം ആൻറ്റി. എന്റെ സീതമ്മയ്ക്ക് പാവ കൊടുക്ക്. ഭാർഗവ്, പാവ സീതയ്ക്ക് ആ പാവ തിരിച്ചു കൊടുത്തുകൂടെ? അവളുടെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല. പ്ലീസ് ഭാർഗവ്. നീ നിന്റെ പണി നോക്കിയാ മതി.
എനിക്കെന്റെ സിഹിയെ വേണം. എനിക്ക് അവളെ എത്ര ഇഷ്ടമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ? നിങ്ങൾ സിഹിയെ കണ്ടോ? ആ അതേ നോക്കിക്കൊണ്ടിരിക്കുക. സീതമ്മ കരയില്ലേ സീതമ്മ? സീതമ്മ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സീതമ്മ. സീത, രാമൻ നോക്കുന്നുണ്ടല്ലോ, അവളെ അവൻ കൊണ്ടുവന്നോളും. നീ സമാധാനായിട്ടിരിക്കുമോളെ. കരയല്ലേ, സമാധാനായിട്ടിരിക്കും. ഞാൻ ഇവിടെ തന്നെയുണ്ട് സീതമ്മ. ആ പാവ എവിടെയാ പോയത്? സീത ചോദിച്ചതിന് എന്താ ഇപ്പൊ പറയുക? മേമ, ഈ പാവ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ അപ്പോ മേമ എടുത്ത് വെച്ചതല്ലേ? മേമ എന്തിനാ ഇത് ചെയ്തത്? നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ മനസ്സ് വന്നത്? അപ്പോ അത് നിങ്ങൾക്കറിയില്ലേ സീത ഇപ്പൊ ഈ പാവയാ സിഹിയായി കാണുന്നതെന്ന്? അല്ല രാമ, അത് പിന്നെ മേമ പ്ലീസ് റിമെമ്പർ വൺ തിങ്, ഡോണ്ട് എവർ ഡു ദിസ് അഗൈൻ. അവളുടെ ജീവിതം തന്നെ ഈ പാവയിലാ ഉള്ളത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞാൻ സഹിക്കില്ല മേമ. ഭാര്യയ്ക്ക് വേണ്ടി എന്റെ അടുത്ത് വോയിസ് റേസ് ചെയ്ത് സംസാരിക്കുന്നു. നിന്റെ ഭാര്യയുടെ ജീവൻ ആ ബൊമ്മയിലാണോ? വെയിറ്റ് ആൻഡ് വാച്ച്. സീത, വെള്ളം വേണോ മോളെ? എനിക്കൊന്നും വേണ്ടമ്മ. എനിക്ക് എന്റെ സിഹിയെ മാത്രം മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് എന്റെ സിഹിയെ കാണണം. സീതമ്മ, നിനക്ക് ആ പാവയെ കിട്ടിയ പോരെ? അത് നിനക്ക് കിട്ടും. ആ ബഡ്ഡി ബംഗാരമ്മ ആന്റിയാ അത് അവിടെ നിന്ന് എടുത്തു വെച്ചത്. നീ കരയണ്ട സീതമ്മ. നീ എങ്ങോട്ടാ പോയത്? ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കിന്നറിയാവോ? സീത, സിഹിയെ കിട്ടിയല്ലേ മോളെ? ഇനി മോള് കരയല്ലേ, കണ്ണു തുടയ്ക്കും മോളെ. ഇത് ചതിയാ. ഞാൻ ഇവിടെ നിന്നിട്ടും ആ പാവനെ സിഹിന്ന് വിളിക്കുന്നത് എന്തിനാ? അല്ല സിഹി, നീ ഇത് എങ്ങോട്ടാ പോയത്? സീതമ്മ, നിങ്ങൾ എന്നെ കളിപ്പിക്കുവാണോ? ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ് നിന്നെ റൂമിൽ ഇരുത്തിയിട്ട് വന്നേയല്ലേ? ആ, ഞാൻ റൂമിൽ തന്നെ ഇരുന്നതാ. സീത റിലാക്സ്. സിഹിമോള് ടെറസിൽ കളിക്കായിരുന്നു. അച്ഛാ, നിങ്ങൾ എപ്പോഴാ ഇങ്ങനെ കള്ളം പറയാൻ പഠിച്ചത്? ഐ ഹേറ്റ് യു.
ദേ നോക്ക്, ആരൊക്കെ വന്നേ നോക്കിയേ. നിന്നെ കാണാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും വന്നിട്ടുണ്ട്. അതിന് നിന്നെ വിളിക്കാനാ ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പൊ നിന്നെ കണ്ടില്ല, ഞാൻ എത്ര പേടിച്ചു പോയെന്നറിയോ? മുത്തശ്ശി മുത്തശ്ശ, നിങ്ങൾക്കും എന്നെ കാണാൻ പറ്റുന്നില്ലേ? നോക്ക്, സീതമ്മ കാണിക്കുന്നത് കണ്ടോ? അതൊക്കെ പോട്ടെ, എനിക്കെന്താ കഴിക്കാൻ കൊണ്ടുവന്നേക്കുന്നേ? നിനക്ക് തരാൻ വേണ്ടി മുത്തശ്ശി ഗജ്വാലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചെല്ല്, പോയി കഴിക്കേ. ഗജ്വാലക്കോ? അമ്മേ, എന്തിനാ കരയുന്നത്? എന്താ പറ്റിയേ? റാം, അമ്മ എന്താ കരയുന്നേ? അത് സീത, ഞങ്ങള് വെറും കൈയോടെ വന്നതല്ലേ, അതിന്റെ വിഷമത്തിൽ കരഞ്ഞതാ. ഇതിനൊക്കെ കരയണോ? ഗജ്വാലൊക്കെ എന്താ ഇവിടെ കിട്ടാത്ത സാധനമാണോ? ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നിങ്ങൾ കരയണ്ട. ഇറ്റ്സ് ഓക്കേ മുത്തശ്ശി. എനിക്കിപ്പോ എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാലും ഒന്നും കഴിക്കാനും പറ്റുന്നില്ലല്ലോ. സീത, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. ഇത്ര പെട്ടെന്ന് പോവാണോ? അമ്മേ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. വേണ്ട, ഞങ്ങൾക്ക് പോയിട്ട് തിരക്കണ്ടേ, അതുകൊണ്ട് പോയേ പറ്റൂ. റാം, നിങ്ങളെങ്കിലും ഒന്ന് പറയേ പ്ലീസ്. സീത, ഞങ്ങൾ നിർബന്ധിക്കല്ലേ മോളെ. ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം. ഇപ്പൊ ഞങ്ങൾക്ക് പോയേ പറ്റൂ. ശരി, എന്തൊക്കെയോ തിരക്കുണ്ടെന്ന് പറയുന്നല്ലേ. ഞാനും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ നെക്സ്റ്റ് ടൈം വരുമ്പോ ഇവിടെ നിന്നിട്ട് പോകാനുള്ള പാകത്തിൽ വരണോട്ടോ. ഇന്ന് നിങ്ങൾക്ക് സിഹിയോട് മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കണ്ടോ അവളുടെ മുഖമൊക്കെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങള് വരാം സീത, ശ്രദ്ധിക്കണേ മോളെ. സൂര്യപ്രകാശ് സാറേ, ഞങ്ങൾ പോയിട്ട് വരാം. ബൈ മുത്തശ്ശി, ബൈ മുത്തശ്ശ. സിഹി, മുത്തശ്ശനോടും മുത്തശ്ശിയോടും ബൈ പറ. മുത്തശ്ശ ബൈ. വാ പോവാം. ധൈര്യമായിട്ടിരിക്കടാ.